20-30 വർഷം ഒന്നിച്ചു ജീവിച്ച ശേഷം പിരിയുന്ന ദമ്പതികൾ എന്താണ് കാരണം? ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിലും മോശമാകുന്നതിലും സമൂഹത്തിനു കൂടെ നമ്മുടെ സംസ്കാരത്തിൽ പങ്കുണ്ട്. മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ബിൽ ഗേറ്റ്സും ഭാര്യ മിലൻഡയും 20 വർഷം നീണ്ടുനിന്ന വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ ലോകം മുഴുവൻ മൂക്കിൽ വിരൽ വെച്ചിട്ടുണ്ടാവും. ഭർത്താവിന്റെ വളർച്ചയിൽ എപ്പോഴും പിന്തുണയായി നിന്ന മിലൻഡയും ഭാര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും തോളോട് തോൾ ചേർന്ന് നിന്ന ഭർത്താവും മനോഹരമായ കുടുംബം എന്ന സങ്കല്പത്തെ തന്നെ ഈ വാർത്ത തകർത്തു കളഞ്ഞു. ഇത്രയും കാലം നീണ്ടു നിന്ന ബന്ധം എങ്ങനെ അവസാനിപ്പിക്കാനാവുന്നു എന്ന സംശയത്തിലായിരുന്നു പലരും. വളരെ കാലം ഒന്നിച്ചു ജീവിച്ച ശേഷം പിരിയുന്ന ദമ്പതികൾ നമ്മുടെ നാട്ടിൽ ഏറി വരുന്നുണ്ട്. ഇത്തരത്തിൽ മധ്യവയസ്സിൽ വേർപിരിയുന്നവരെ ഗ്രേ ഡിവോഴ്സ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ വിവാഹമോചനത്തെക്കാൾ മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും ഇത് പങ്കാളികളെ ബാധിക്കാറുമുണ്ട്. എങ്കിലും 20-30 വർഷം ഒന്നിച്ചു ജീവിച്ച ശേഷം ഇനി വയ്യ എന്ന് പറയുന്നവർ എന്താവും കാരണം? ദാമ്പത്യത്തിന്റെ 3 തലങ്ങൾ: വികാരം അല്ലെങ്കിൽ കാമം, പാഷൻ; അടുപ്പം, സ്നേഹബന്ധം അല്ലെങ്കിൽ സൗഹൃദം, ഇന്റിമസി; ചുമതലാബോധം അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധത, കമ്മിറ്റ്മെന്റ് എന്നിവയാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായ തലങ്ങൾ. പ്രണയവിവാഹത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് പാഷനാണ്. അതിനുശേഷമാണ് മറ്റു തലങ്ങൾ രൂപപ്പെടുക. എന്നാൽ അറേഞ്ച് മാരേജിൽ കമ്മിറ്റ്മെന്റ് ആണ് പലപ്പോഴും ആദ്യം ഉണ്ടാകുക, പിന്നീട് മറ്റു തലങ്ങൾ രൂപപ്പെടുക. കമ്മിറ്റ്മെന്റ് അഥവാ ഉത്തരവാദിത്വ ബോധം മാത്രമുള്ള അവസ്ഥയെ എംഡി ലവ് എന്നാണ് വിളിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ പോയിപ്പോകെ പാഷൻ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാകാൻ തുടങ്ങും. ഇന്റിമസിയും കമ്മിറ്റ്മെന്റുമാണ് അവസാനം വരെ നിലനിൽക്കുക. എന്നാൽ ഇവയുടെ നിലനിൽപ്പ് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ്. കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത്, പരസ്പര ബഹുമാനം, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ, അംഗീകരിക്കൽ ഇവയെല്ലാം ഒപ്പം തന്നെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ഇതിനെ സ്വാധീനിക്കും. ഇന്റിമസി ഫേസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രയും ഉറപ്പുണ്ടാകും ബന്ധങ്ങൾക്ക്. എന്നാൽ ഈ ഫേസിൽ നമ്മുടെ സമൂഹത്തിന് സ്വാധീനം വലിയ രീതിയിൽ ഉണ്ടാകാറുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും വിവാഹം എന്നത് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് കുടുംബം, സമൂഹം, മതം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനും മോശമാകുന്നതിനും സമൂഹത്തിൽ കൂടെ നമ്മുടെ സംസ്കാരത്തിൽ പങ്കുണ്ട്. അമിതമായ ഇത്തരം ഇടപെടലുകൾ ഇന്റിമസി ഫേസിനെ നശിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. പലപ്പോഴും മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാൻ മാതാപിതാക്കളുടെ അമിത ഇടപെടൽ കാരണമാകാറുണ്ട്. മാതാപിതാക്കളുടെ മനസ്സിനെ അരക്ഷിതാവസ്ഥകൾ കുട്ടികളിലേക്ക് പകരുന്ന അവസ്ഥയാണ് ഇതിന് പിന്നിൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ, വിശ്വാസ്യതയ്ക്ക് ഏൽക്കുന്ന കോട്ടം, കുറ്റപ്പെടുത്തുകൾ, വന്ധ്യത, രോഗങ്ങൾ, പരസ്പരം വളരെ കാലം അകന്നു നിൽക്കേണ്ടി വരിക തുടങ്ങിയവയെല്ലാം തന്നെ ഈ തലത്തെ തകരാറിലാക്കുന്ന ചില കാരണങ്ങൾ കൂടിയാണ്. പലപ്പോഴും ഇന്റിമസി ഫേസ് തകരുമ്പോഴാണ് വിവാഹമോചനം എന്നതിലേക്ക് എത്തുന്നത്. ഇവരിലും എല്ലാവരും എന്ത് കരുതും, എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്ന് കരുതി ബന്ധത്തിൽ കടിച്ചു തൂങ്ങുന്നവരും ഏറെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഒടുവിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്ന രീതിയിൽ ബന്ധങ്ങൾ തുടരുന്നവരാണ് എംഡി ലവ് എന്ന് പറയുന്നത്. ഇവിടെ കമ്മിറ്റ്മെന്റ് എന്ന ഫേസ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഈ 3 ഫേസുകൾ ഒരുപോലെ വന്നാലേ ആരോഗ്യകരമായ കുടുംബജീവിതം എന്ന് പറയാനാവൂ. വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ: മധ്യവയസ്സിൽ വിവാഹമോചനം നേടുന്ന പലരും ഈ എംഡി ലവ് എന്ന തലത്തിൽ നിൽക്കുന്നവരാവും. അതിലേക്ക് എത്തുന്നതിന് നിരവധി കാരണങ്ങളും ഉണ്ടാകും. പ്രണയം നഷ്ടമാകുക: എംഡി ലവ് എന്ന സ്ഥിതിയാണ് ഇത്. കുട്ടികൾക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ വിവാഹ ജീവിതത്തിൽ വർഷങ്ങളോളം തുടരുകയും അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ ഇതിലേക്ക് എത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. വിശ്വസ്തത നഷ്ടമാകുക, പരസ്പരം അംഗീകരിക്കാൻ പറ്റാതാകുക, ഒരാൾ ചൂഷകരാകുക എന്നിങ്ങനെ പലവിധ കാരണങ്ങളുടെ അവസാന കണ്ണിയാണ് എംഡി ലവ്. ഒന്നിച്ചുള്ള വളർച്ചയ്ക്ക് സാധ്യതയില്ലാത്ത അവസ്ഥ: പലപ്പോഴും വിവാഹത്തിന് ശേഷം സ്ത്രീ ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് താമസം മാറുക എന്നത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവൾ അവിടുത്തെ ശീലങ്ങളും രീതികളും അനുസരിച്ച് പെരുമാറണം എന്നതും നമ്മുടെ നാട്ടിലെ അലിഖിത നിയമമാണ്. എന്നാൽ 20 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരാൾക്ക് പലപ്പോഴും തന്റെ ശീലങ്ങളും രീതികളും മാറ്റുന്നതിന് ധാരാളം പരിമിതികൾ ഉണ്ടാകുകയും സമയം ആവശ്യമായി വരികയും ചെയ്യാം. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള തങ്ങളുടെ വ്യക്തിത്വം പണയം വെച്ച് ജീവിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും വളരെ കൂടി വരുന്നുണ്ട്. തന്റെ പങ്കാളി സാമ്പത്തികമായും സാമൂഹ്യമായും ഉള്ള വളർച്ചയ്ക്ക് പരസ്പരം പങ്കുവെക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൈത്താങ്ങുകയും ചെയ്യില്ല എന്ന് മനസ്സിലാക്കുന്നതും വിവാഹമോചനങ്ങൾ കൂടി വരുന്നതിന് പിന്നിലെ വലിയൊരു കാരണമാണ്. വിവാഹേതര ബന്ധങ്ങൾ: മറ്റു വിവാഹേതര ബന്ധങ്ങളാണ്
ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സോഷ്യൽ മീഡിയയിലോ ഒരാളുടെ വിവാഹ ബന്ധത്തിലേക്ക് വരുന്ന മൂന്നാമൻ വിവാഹമോചനത്തിന്റെ പ്രധാന കാരണമാണ്. അത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും ഇപ്പോൾ സാധ്യതകളും സൗകര്യങ്ങളും ഏറെയാണ്. ടെക്നോളജിയുടെ വളർച്ച പുറത്തുനിന്നുള്ള ആളുകളെ ദാമ്പത്യത്തിന്റെ ഇടയിലേക്ക് കടന്നു കയറാനുള്ള വഴിയും എളുപ്പമാണ്. ആദ്യത്തെ 2 ഫേസുകളും ഇല്ലാതാകുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ വളരാനുള്ള സാധ്യത കൂടുന്നു. പരസ്പരം ആശയവിനിമയത്തിലെ വിള്ളലുകൾ പരസ്പരം മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ്. ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, കുറവുകൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ തുടങ്ങി പങ്കാളിയെ പറ്റി പരസ്പരം മനസ്സിലാക്കുക എന്നത് വിവാഹ ജീവിതം നന്നായി പോകുക എന്നൊരു വലിയ ഘടകമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിന് ശേഷം ഒരു വ്യക്തിക്ക് അയാളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പലപ്പോഴും കരിയർ പോലും വേണ്ടാന്ന് വെക്കുന്ന സന്ദർഭങ്ങൾ സാധാരണമാണ്. കുട്ടികൾ വളർന്ന് അവരുടെ ലോകത്തിലേക്ക് ജീവിതം തുടങ്ങുമ്പോൾ പല വിവാഹ ജീവിതങ്ങളും കുട്ടികൾ എന്ന ഒറ്റ അച്ചുതണ്ടിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇവർ സ്വന്തം ജീവിതം തേടി പോകുമ്പോൾ പങ്കാളികളെ ബന്ധിപ്പിച്ചിരുന്ന ഈ ചരട് ഇല്ലാതെയാകും. ഇത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കും. കമ്മിറ്റ്മെന്റ് മാത്രമുള്ള എംഡി ലവ് ഫേസിലാണ് ഇത്തരം വിവാഹമോചനങ്ങൾ കൂടുതലും നടക്കുക. ചൂഷണ സ്വഭാവമുള്ള ബന്ധങ്ങൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടുന്ന പങ്കാളികളുമുണ്ട്. പലപ്പോഴും ആദ്യ ഘട്ടത്തിലൊന്നും തന്നെ ഇവർക്ക് ഈ വിവാഹ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാനാവില്ല. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കച്ചിത്തുരുമ്പിലാവും ഇവർ രക്ഷപ്പെടുക. അപ്പോൾ കാലം ഏറെ കഴിഞ്ഞിട്ടുണ്ടാകും. വിവാഹമോചനം നേടിയാലും നിങ്ങളെ സ്വയം കണ്ടെത്താനും സന്തോഷത്തോടെ ജീവിക്കാനും പഴയ മുറിവുകൾ ഉണങ്ങാനും കുറച്ചു സമയം വേണ്ടിവരും. പെട്ടെന്ന് തന്നെ ജീവിതം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആവണമെന്നുമില്ല. ചിലപ്പോൾ വിഷാദത്തിലേക്ക് തന്നെ വീഴാം. സ്വയം സമയം നൽകുകയാണ് വേണ്ടത്. വിവാഹമോചനം കഴിഞ്ഞതിനാൽ ആദ്യഘട്ടങ്ങളിൽ കൗൺസിലിംഗ് പോലെയുള്ള വിദഗ്ധ സഹായങ്ങൾ തേടാം. സമാന അനുഭവമുള്ളവരുമായി കൂട്ടായ്മകൾ അംഗമാവുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.